നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കണിയുടെ ഫലം. എന്താണ് കണി? ഒരു ദിവസം രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങണം. അത് കഴിഞ്ഞു രാവിലെ എണീറ്റിട്ട് കണ്ണ് തുറന്നിട്ട് നമ്മൾ ആദ്യം കാണുന്നത് എന്താണോ അതിനാണ് കണി എന്ന് പറയുക. വിഷുവിനൊക്കെ നമ്മൾ കണി കാണുമെന്ന് പറയില്ലേ? കണ്ണടച്ചിങ്ങനെ പൊത്തിപ്പിടിച്ച് പോയിട്ട് ഉണ്ണികൃഷ്ണൻ്റെ രൂപം പലതരത്തിലുള്ള പഴങ്ങളെ അലങ്കരിച്ച് വെച്ചിട്ടുള്ള കണിക്ക് ഒരുക്കുക എന്ന് തന്നെ പറയുന്ന കണിയെ പറ്റിയിട്ട് വിഷുവിൽ കണി കാണുന്നതറിയാം. ആ ഒരു ദിവസത്തെ കണിഫലം നല്ല കണിയാണെങ്കിൽ അന്ന് നല്ല ഫലമായിരിക്കുന്നതാണ് പറഞ്ഞത്. പണ്ട് നമ്മുടെ രാജ്യം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്ന കാലത്ത് തിരുവിതാംകൂറിൽ കാർത്തിക തിരുനാൾ വെച്ചാൽ കാർത്തിക നാളിൽ ജനിച്ച രാജാവിനെയാണ് കാർത്തിക തിരുനാൾ. അശ്വതി തിരുനാൾ, കാർത്തിക തിരുനാൾ, പൂരാടം തിരുനാൾ, അനിഴം തിരുനാൾ, അങ്ങനെ പല പല തിരുനാൾ രാജാക്കന്മാരുണ്ട്. ഇത് കാർത്തിക തിരുനാൾ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലം. അദ്ദേഹത്തെ ധർമ്മരാജാവ് എന്നും പറയും കേട്ടോ. ആ ധർമ്മരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ദിവസം കണ്ട കണിയുടെ ഫലത്തെ പറ്റിയാണ് ഈ കഥ പറയുന്നത്. കണിയുടെ ഫലം. ഒരു ദിവസം രാജാവ് എണീറ്റ് ഉറക്കൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് അദ്ദേഹത്തിൻ്റെ അറയുടെ വാതിൽ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ കതകിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരാൾ നീർന്ന് കിടന്നുറങ്ങുന്നുണ്ട് തൻ്റെ മുമ്പിൽ. രാജാവ് ചോദിച്ചു, ആരാത് ഇവിടെ അങ്ങനെ ആരും കിടന്നുറങ്ങാറൊന്നും ഇല്ലല്ലോ. തൻ്റെ കൊട്ടാരത്തിൽ താരങ്ങൾ കടക്കുമ്പോൾ തന്നെ കണി കാണത്തക്ക വിധത്തിൽ വന്ന് കിടന്നുറങ്ങണേ. നോക്കുമ്പോൾ നല്ല ഉറക്കാ പുള്ളിക്കാരൻ. എന്നാൽ രാജാവും ഭടന്മാരെ വിളിച്ചു, ഇവിടെ ആരുമില്ലേ? ആരാ അയാൾ? എന്താ ഇവിടെ വന്ന് കിടന്നുറങ്ങണത്? വേഗം അയാൾ എണീപ്പിച്ചു. അതൊരു ചെറുപ്പക്കാരനായിരുന്നു, നല്ല ആരോഗ്യമുള്ള, കണ്ടാലും നല്ല യോഗ്യനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ. എന്തിനു പറയണം, കാർത്തിക തിരുനാൾ മഹാരാജാവ് അന്ന് കണി കണ്ടത് ആ യുവാവിനെയാണ്. രാജാവിന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. താനീ കണ്ണുമൊഴിക്കുമ്പോഴേക്കും തന്നെ മുമ്പിൽ വന്ന് കൂടിയേക്കണേ. എന്തൊരു ഉദ്രവപ്പം, തനിക്ക് ഇനി എന്തെങ്കിലും ബലക്കാണ് അവ ഉണ്ടാവുക. നാട്ടിലാണെങ്കിൽ അപ്പടി ക്ഷാമമാണ്, പല സാധനങ്ങൾക്കും ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഭടന്മാരുടെ അപ്പം വന്ന ദേഷ്യത്തിന് ഇയാളെ കൊണ്ടുപോയി തുറന്നില്ല അടയ്ക്കും എന്ന് വേഗം അയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് തുറുങ്കൽ എന്ന് പറഞ്ഞ ജയിൽ, ഇന്നത്തെ ജയിലാണ്, ഇതിൽ തടവറയിൽ കൊണ്ടുപോയി അടച്ചു. അങ്ങനെ രാജാവ് കണി കണ്ടെങ്കിലും അതിനെപ്പറ്റി ഒരു ഓർമ്മയുണ്ട്, എപ്പോഴും മറന്നൊന്നുമില്ല. എന്നാലും ദിനചര്യകളൊക്കെ കഴിഞ്ഞു, പാൽക്കഞ്ഞി കുടിച്ചു, രാവിലത്തെ അമൃതത്തൊക്കെ കഴിഞ്ഞു. രാജ്യകാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനായിട്ട് രാജ്യസഭയിലൊക്കെ വന്നിരുന്നു. അത് കഴിഞ്ഞ് മനസ്സിലിങ്ങനെ ഒരു തോന്നൽ, ഞാൻ ഇന്ന് കണി കണ്ടത് ആരെയാണ്? ഞാൻ ഇന്ന് കണി കണ്ടത് അയാൾ ആരാ? എവിടെയുള്ള ആളോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അയാളെ ഒരു പരിചയമില്ല. ആരോട് പലരും ചോദിച്ചു, ആരും അറിയൂല. അപ്പോൾ അതെന്താന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് 10-12 മണി ആയിട്ടില്ല. അതിന് മുമ്പായിട്ട് രാജസദസ്സിലേക്ക് കിതച്ചുകൊണ്ടൊരു രാജഭടൻ ഓടി വന്നു. മഹാരാജാവേ, ഒരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ അത് വരുമെന്ന് പറഞ്ഞു. അങ്ങയോടൊരു സന്തോഷ വർത്തമാനം പറയാനുണ്ട്. എന്താ സന്തോഷ വർത്തമാനം എന്ന് വെച്ചു രാജാവ്. അപ്പോൾ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ തീരത്ത്, സമുദ്രതീരത്താണല്ലോ തിരുവിതാംകൂർ രാജ്യം, വിഴിഞ്ഞം കടപ്പുറമൊക്കെ കപ്പലുകൾ അടുക്കുന്ന വലിയ തുറമുഖമാണ് അന്ന് തന്നെ വിഴിഞ്ഞം കടപ്പുറം. വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കപ്പൽ വന്നെടുത്തിട്ടുണ്ട്, ഒരു വിദേശ കപ്പൽ. ആ കപ്പലിൽ ചരക്ക് പഞ്ചസാരയാണ്. ഒരൊറ്റ കപ്പൽ നിറയെ പഞ്ചസാര നമ്മുടെ രാജ്യത്ത് വന്നെത്തിയിരിക്കുന്നു, കച്ചവടത്തിനെ കൊണ്ടുവന്നേക്കുന്നു. രാജാവിന് കേട്ടപ്പോൾ വല്ലാണ്ട് സന്തോഷമായി. നാട്ടിലാണ് പഞ്ചസാരയ്ക്ക് നല്ല ക്ഷാമമുള്ള കാലം. എങ്ങനെയാണ് ജനങ്ങൾക്ക് കുറേശ്ശെ റേഷൻ പ്രകാരം കൊടുക്കണേന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കപ്പൽ നിറച്ച് പഞ്ചസാരകൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായില്ലേ രാജാവിന്? തൻ്റെ പ്രജകൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. വേഗം ആ സന്തോഷ വാർത്ത പറഞ്ഞു വന്ന രാജഭടന് സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതേ സമയത്ത് അദ്ദേഹം ഓർത്തു, ഞാൻ ഇന്ന് കണി കണ്ടത് ആ ചെറുപ്പക്കാരനല്ലേ? അയാളെ ഞാനിപ്പോൾ തടവറയിലിട്ടേക്കല്ലേ? അയാളെ വെടിയിക്കായിരുന്നു. അയാളെ കണി കണ്ടതിന് എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ കേട്ടെ. ഉടൻ തന്നെ രാജഭടൻ ആരവട്ടെ എന്ന് വെച്ചു. ഒരു ഭടൻ വന്നു. ആ കാലത്തെ തടവറയിലിട്ട് അയാളെ മോചിപ്പിക്കും, അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ് തടവറയിൽ നിന്ന് മോചിപ്പിച്ച് ആ യുവാവിനെ രാജസന്നിധിയിൽ ഹാജരാക്കി അദ്ദേഹത്തോട് ചോദിച്ചു സമാധാനമായിട്ട്, ഞാൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടി രാജാവ് വേഗം പറഞ്ഞു, അദ്ദേഹം ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു കച്ചവടക്കാരൻ്റെ കണക്കെഴുത്ത് പിള്ളയാണ്.
അതെയോ, ഏത് കച്ചവടക്കാരൻ? അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ യജമാനൻ്റെ പേര് പോക്കുമൂസ എന്നാണ്. അതെ, അദ്ദേഹം ഒരു അറബിക്കാരനാണ്. അദ്ദേഹം ത്തിൻ്റെ കച്ചവടത്തിലെ കണക്കുകൾ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. എന്താ തൻ്റെ പേര്? എൻ്റെ പേര് കേശവൻ എന്നാണ്. അതെ, നല്ല കാര്യം. കേശവൻ എത്ര നാളായി പോക്കുമൂസയുടെ കൂടെ പോയിട്ട്? ഞാനൊരു 10-20 വയസ്സുള്ളപ്പോൾ കൂടിയതാണ്. ഇപ്പോൾ 10-23-4 വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ കച്ചവട സംബന്ധമായ എല്ലാ കണക്കുകളും ഞാനാണ് എഴുതി തയ്യാറാക്കാറ്. അദ്ദേഹത്തിന് എന്നെ വലിയ വിശ്വാസമാണ്. നല്ല കാര്യം. അങ്ങനെ പരിചയപ്പെട്ടു കേശവൻ എന്നുമായിട്ട്. കുറച്ച് നാൾ ഈ പഞ്ചസാരയെല്ലാം വന്ന പോക്കുമൂസയുടെ കപ്പലിൽ വന്ന ആളാണ് ഈ. അപ്പം അങ്ങനെ തലേ ദിവസം രാജാവിനെ കണ്ട് ഒരു കപ്പൽ പഞ്ചസാര കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിവരം പറയാനായിട്ട് പോക്കുമൂസയും കേശവനും കൂടി രാജകൊട്ടാരത്തിൽ വന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും കിടപ്പായി, ആരെയും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ വരും, കതവ് തുറക്കുന്നൊക്കെ വിചാരിച്ചു, ഭടന്മാരാരെങ്കിലും വരുന്നൊക്കെ വിചാരിച്ചിരുന്നു. പോക്കുമൂസ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. കേശവനാകട്ടെ അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അതാണ് ഉണ്ടായ സംഭവം. ഇരുന്നിടത്ത് ഇരുന്ന് ഉറക്കം വന്നു, അവിടെ അങ്ങോട്ട് കിടന്നു. ആ കിടന്ന സ്ഥലത്താണ് രാജാവ് കണി കണ്ടത്. അങ്ങനെ പഞ്ചസാരയൊക്കെ ആ നാട്ടിലിറക്കി പിന്നെ പകരം തിരിച്ച് കച്ചവടം ചെയ്തിട്ട് ഇവിടെ നിന്ന് ഏലം, കുരുമുളക് അങ്ങനെയൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ അങ്ങോട്ട് അറബി നാട്ടിലേക്കും കൊണ്ടുണ്ട്. കപ്പലിൽ നിറയ്ക്കുന്നത് വരെ ഏകദേശം ഒരു 1-1.5 മാസക്കാലം ഈ പോക്കുമൂസയും കേശവനും രാജകൊട്ടാരത്തിൽ അതിഥികളായിട്ട് താമസിക്കേണ്ടത്. ആ സമയത്ത് രാജാവിന് കൂടുതൽ സമയം കേശവനുമായിട്ട് ഇടപെടാൻ അവസരം കിട്ടി. അദ്ദേഹം പല പല കാര്യങ്ങളും കേശവനുമായിട്ട് സംസാരിച്ചതിൽ നിന്നും ഒന്ന് മനസ്സിലായി, കേശവൻ വളരെ സമർത്ഥനാണ്, ബുദ്ധിമാനാണ്, സത്യസന്ധനാണ്. ഇദ്ദേഹത്തെ നമുക്ക് തിരുവിതാംകൂറിന് സേവനത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനമായിരുന്നു. എന്തിനു പറയണു, ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ മഹാരാജാവ് കേശവനോട് പറഞ്ഞു, കേശവ, അങ്ങേക്ക് തിരുവിതാംകൂറിനെ സേവിച്ച് ഇവിടെ കൂടിക്കൂടെ? ഞാൻ ഇവിടെ തനിക്ക് നല്ലൊരു ഉദ്യോഗമൊക്കെ തരാം, ഇവിടെ ഉണ്ടല്ലോ കണക്കെഴുതാനും നോക്കാനും ഒക്കെ. കേശവൻ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. ഞാൻ എൻ്റെ ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ സേവനം ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ് എന്ന് പറയുകയും അങ്ങനെ കാർത്തിക തിരുനാൾ മഹാരാജാവ്, അതായത് ധർമ്മരാജാവ്, കേശവനെ തൻ്റെ രാജകൊട്ടാരത്തിലെ ഒരു ചെറിയ ഉദ്യോഗത്തിൽ നിയമിച്ചു. എന്തിനു പറയണു, കേശവൻ തൻ്റെ ബുദ്ധി സാമർഥ്യം കൊണ്ടും കൗശലം കൊണ്ടും രാജാവിനോട് പ്രീതിയായിട്ട് പെരുമാറി നല്ല സ്വഭാവ ഗുണവും മഹിമ കൊണ്ടും പടിപടിയായിട്ട് ഉയർന്ന് തിരുവിതാംകൂറിൻ്റെ മുഖ്യമന്ത്രി വരെയായി. അദ്ദേഹമാണ് ധർമ്മരാജാവിൻ്റെ മന്ത്രിയായിരുന്ന രാജാ കേശവദാസൻ. മനസ്സിലായോ? രാജാ കേശവദാസൻ. അതാണ് ഇന്നത്തെ കഥ. ഒരു ദിവസം കാർത്തിക തിരുനാൾ മഹാരാജാവിന് കണിയായി വന്ന കേശവൻ പിന്നീട് മന്ത്രിയായി രാജാ കേശവദാസനായി. അതാണ് ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.